ഹായ് ഗായ്സ്, ഗിലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 12 മത്സരാർത്ഥികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറുകളിലും വോട്ടിംഗ് മാറി മറിയുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമുക്ക് ആരൊക്കെ ഏത് പൊസിഷനിലാണെന്ന് നിർവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം വോട്ടിങ്ങിൻ്റെ കൃത്യമായ വിവരങ്ങളും ബിഗ് ബോസ് സ്വന്തമായ ന്യൂസും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. തുടക്കത്തിൽ ജിൻഡോ ഒന്ന് പുറകിലേക്ക് പോയെങ്കിലും ഇപ്പോൾ ഒന്നാം പൊസിഷനിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. 47,758 എന്ന കൂറ്റൻ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നേടാൻ ജിൻഡോയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാം പൊസിഷനാണ് നിലനിർത്തിയിരിക്കുന്നത്. രണ്ടാം പൊസിഷനിൽ അഭിഷേക് ശ്രീകുമാർ കയറി വന്നിട്ടുണ്ട്. സിബിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാർ കയറി വന്നിരിക്കുന്നത്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം അഭിഷേകിനെ കൊണ്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. 42,113 വോട്ടോടെ രണ്ടാം പൊസിഷനാണുള്ളത്. മൂന്നാം പൊസിഷനിലേക്ക് സിബിൻ തള്ളപ്പെടുകയാണ് ചെയ്തത്. എനിക്കൊന്ന് പ്രൊമോയൊക്കെ വന്ന് കണ്ടിട്ട് സിബിൻ പുറത്തു പോയെന്ന് വിചാരിച്ചായിരിക്കും പലരും വോട്ട് ചെയ്യാത്തത്. ഇപ്പോൾ 41,006 വോട്ടാണ് സിബിൻ നേടാൻ സാധിച്ചത്. തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ മൂന്നാം പൊസിഷനിലാണുള്ളത്. നാലാം പൊസിഷനിൽ ജാസ്മിൻ തന്നെയാണ് തുടരുന്നത്. ജാസ്മിൻ നമ്മൾ വിചാരിച്ച രീതിയിലല്ല, നല്ലൊരു സപ്പോർട്ട് പുറത്തുണ്ട്. ജാസ്മിൻ്റെ ഫോളോവേഴ്സ് ആയിക്കോട്ടെ, അല്ലാത്ത ബിഗ് ബോസ് സംബന്ധമായിട്ട് പലരും ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ജാസ്മിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നാലാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 40,500 എന്ന നല്ലൊരു വോട്ട് നേടി ജാസ്മിൻ നാലാം പൊസിഷനിൽ തന്നെ നിലനിൽക്കുകയാണ്. അഞ്ചാം പൊസിഷനിൽ സായിയാണുള്ളത്. സായിയും നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടിരിക്കുന്നത്. സായിയുടെ ഫോളോവേഴ്സ് ആയിക്കോട്ടെ, സായിനെ ഇഷ്ടപ്പെടുന്നവരും നല്ല രീതിയിൽ വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 40,105 വോട്ട് നേടി ജാസ്മിന് തൊട്ട് പിന്നാലെ നമ്മുടെ സായി നിൽപ്പുണ്ട്. ആറാം പൊസിഷനിൽ അർജുൻ കയറി വന്നിരിക്കുകയാണ് മറ്റൊരു അട്ടിമറി. ഇപ്പോൾ 27,303 വോട്ട് നേടി അപ്സരനെ അട്ടിമറിച്ചുകൊണ്ട് ആറാം പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഏഴാം പൊസിഷനിലേക്ക് അപ്സര തള്ളപ്പെടുകയാണ് ചെയ്തത്. 27,205 വോട്ട് നേടിയാണ് അപ്സര ഏഴാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടത്. തുടക്കത്തിൽ നല്ലൊരു വോട്ട് നേടിയെങ്കിലും ഇപ്പോൾ വോട്ടിംഗ് തീരെ കണ്ടുവരാത്ത ഒരു മത്സരാർത്ഥിയെ മാറിയിരിക്കുന്ന അപ്സര. എട്ടാം പൊസിഷനിൽ നമ്മുടെ ജയദേവാണ് ഉള്ളത്. അഭിഷേക് ജയദേവിന് ഇപ്പോൾ 23,501 വോട്ട് നേടാനേ സാധിച്ചുള്ളൂ. ഇപ്പോൾ എട്ടാം പൊസിഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒമ്പതാം പൊസിഷനിൽ അൻസിബയാണുള്ളത്. അൻസിബ നോറയെ അട്ടിമറിച്ചുകൊണ്ട് 9ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഇപ്പോൾ 21,607 വോട്ട് നേടാൻ അൻസിബയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 10ാം പൊസിഷനിൽ നോറ തള്ളപ്പെടുകയാണ് ചെയ്തത്. തുടക്കത്തിൽ ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നില്ല. എന്തായാലും 10ാം പൊസിഷനിലുള്ള നോറയ്ക്ക് ഇപ്പോൾ 21,005 വോട്ടാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ മാറ്റമുണ്ടാവില്ലയോ എന്ന് നമുക്ക് നോക്കിക്കാണാം. 11ാം പൊസിഷനിൽ നന്ദന കയറി വന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ ബാക്കിലായിരുന്ന നന്ദന ഇപ്പോൾ നല്ലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 18,700 വോട്ട് നേടി 11ാമത്തെ പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ് നന്ദന. 12ാമത്തെ പൊസിഷനിൽ ലാസ്റ്റ് പൊസിഷനിൽ റെസ്മിൻ തള്ളപ്പെട്ടു. തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും ഇപ്പോൾ 12ാം പൊസിഷനാണ്. 18,102 വോട്ടാണ് നേടിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇതിനെല്ലാം മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.